പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാവൽക്കാരാകണം. ഇത്തരം കാടന്മാരുടെ കൈകളിൽ പെടാതെ അവരെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങളുടേത് മാത്രമാണ്. കോതമംഗലത്തെ വീട്ടിൽ നിന്നും കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയ സോന പറവൂരിലുള്ള റമീസിന്റെ വീട്ടിലെത്തിയെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ യാത്രയും നിങ്ങളുടെ നിയന്ത്രണത്തിലാകണം. ഇനി അഥവാ നമ്മുടെ മക്കൾ ഏതെങ്കിലുമൊക്കെ അപകടത്തിൽ ചെന്ന് പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളുമുണ്ടെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും ഒന്നിൻ്റെയും അവസാനമല്ലെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവസാനമായി രാഷ്ട്രീയ നേതൃത്വങ്ങളോടാണ്, നിങ്ങളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ തീവ്രവാദികൾക്കോ മതഭീകരവാദികൾക്കോ വേണ്ടി ചൂട്ടുപിടിക്കരുത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നതിന് പകരം റമീസിനെ പോലുള്ളവർ ഉയർത്തുന്ന ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇത്രയും എഴുതാൻ വൈകിയത് തന്നെ റമീസിനെ പോലെയുള്ള ചില തീവ്ര നിലപാടുകാരുടെ കയ്യിൽപ്പെട്ട 2 പെൺകുട്ടികളെ രക്ഷിക്കുന്ന തിരക്കിലായിരുന്നതിനാലാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സോനമാർ എൻ്റെ മുമ്പിലുണ്ടാകും. ഇത് കോതമംഗലത്തല്ലേ, അവരുടെ കുടുംബത്തല്ലേ എന്ന കോർത്ത് നിങ്ങൾ ആശ്വസിക്കരുത്. ഈ ചതികൾ നിങ്ങളുടെ ബന്ധങ്ങളിലും വരാം. ആദ്യം നിഷ്കളങ്ക പ്രണയമെന്ന് തോന്നുമെങ്കിലും ചതി പുറകെ വരാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സോന നിങ്ങൾക്ക് തരുന്നത്. അത് അവളുടെ ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ്. ഇനിയും ഒരു പെൺകുട്ടിക്കും തൻ്റെ അനുഭവം വരരുത് എന്നുള്ള ഒരു ആത്മാർത്ഥ ചിന്തയിൽ തന്നെയാണ് ആ മകൾ നിർബന്ധിത മതപരിവർത്തന ശ്രമം എന്ന് തന്നെ എഴുതി വെച്ചത്. അതല്ലായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ ആത്മഹത്യയായി മാത്രം ഒതുങ്ങിപ്പോയേനെ. ആ റമീസ് എന്ന മത തീവ്രവാദി മറ്റൊരു ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടിക്കായി ചതിവല നെയ്യാനുള്ള തയ്യാറെടുപ്പിലുമായേനെ. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ നിങ്ങൾ ജാഗ്രതയോടെ ആയിരിക്കുക. ഒഴിവാക്കേണ്ടത് നോ എന്ന ഒറ്റ വാക്കിൽ ഒഴിവാക്കുക. ഒരുപാട് റമീസുമാർ മത തീവ്രവാദവുമായി നമ്മുടെ ചുറ്റിലും കഴുകനെ പോലെ കാമ കണ്ണുകളുമായി ചുറ്റിലുമുണ്ട്. അതിനാൽ ഇനിയൊരു കേരള സ്റ്റോറി നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. നന്ദി.